ചോദിക്കുമ്പോ ഞാൻ പൈസ അയച്ചു കൊടുക്കലുണ്ട്. നാട്ടിൽ വന്നിട്ട് അവന് കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായപ്പോ, എനിക്ക് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായപ്പോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അവനിക്ക് നാട്ടിൽ വന്നപ്പോ ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ അയച്ചു കൊടുത്തു. അത്രയ്ക്ക് അയച്ചു കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. എന്റെ കയ്യിലുള്ളത് ഞാൻ അയച്ചു ചോദിക്കുന്ന അയച്ചു കൊടുക്കും. അന്ന് സഹായിച്ചതിന്റെ ഇരട്ടി ഇപ്പൊ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? കണക്കില്ലാതെ അത്യാവശ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കണക്കൊക്കെ വെക്കണ്ടേ? ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ആയിട്ട് ഇപ്പൊ വന്നാ നീ എന്റെ കയ്യിൽ നിന്ന് ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കണക്കുണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അയക്കണതിന്റെ പൈസന്റെ കണക്കുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോ അവനിക്ക് എന്തെങ്കിലും ഒരു ഗോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് എന്റെ കയ്യിലുണ്ട്. എല്ലാം കണക്കും എല്ലാം ഉണ്ട്. ഇപ്രാവശ്യം വന്നിട്ട് അവനിക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെയിനും കൊടുത്തിട്ടുണ്ട്, ഒരു റിംഗ് കൊടുത്തിട്ടുണ്ട്. ഗോൾഡ് മുസ്ലിം മതത്തില് സ്വർണം കൊടുത്തുകൂടാന്നല്ലേ? പിന്നെ നമ്മളിപ്പോ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാലോ. ആരെ മുസ്ലിങ്ങളൊക്കെ ഗോൾഡ് ഇടാത്തത് എല്ലാവരും ഗോൾഡ് ഇടും. പക്ഷെ ആ കൊടുക്കുന്നതിന് പകരം സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കലുണ്ട്, വാങ്ങിക്കലുണ്ട്. മക്കളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കലുണ്ട്. അതിൽ നല്ല ഇട്ട് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിലോട്ട് അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലേ? അതിനുള്ള വരുമാനം ഞാൻ ചെയ്യുന്നുണ്ട്. കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ബിസിനസ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഒരു ഇതിൽ ഞാൻ തയ്യാറെടുത്ത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ വന്ന് കരഞ്ഞു കാല് പിടിച്ച് സഹായം അഭ്യർത്ഥിച്ച ഒരു സ്ത്രീയാണോ ഇപ്പം ഈ ഒരു ഇന്റർവ്യൂവിൽ വന്ന് ഹസ്ബൻഡിനും കുട്ടികൾക്കുമൊക്കെ കൈ നിറയെ സമ്മാനം, അതും സ്വർണങ്ങൾ കൊടുത്ത ആ ഒരു കണക്ക് പറയുന്നതെന്ന് നമ്മളിൽ പലർക്കും തോന്നാം. അപ്പോൾ ഇവർക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് സഹായിച്ച സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരിപ്പോ ചിന്തിക്കുന്നുണ്ടാകും, ഇങ്ങനെ ഒരാളെയാണോ തങ്ങൾ ഇത്രയും അകമഴിഞ്ഞ് സഹായിച്ചതെന്ന്. ഇനിയൊരു സ്ത്രീ വന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കരഞ്ഞ് കാലു പിടിച്ച് സഹായം അഭ്യർത്ഥിച്ചാൽ നമ്മൾ അവരെ സംശയ ദൃഷ്ടിയോടുകൂടിയായിരിക്കും നോക്കുക. അപ്പം ഇത്തരം സ്ത്രീകൾ കാരണം അർഹതപ്പെട്ടവർക്ക് കൂടെ സഹായം കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇനി ഷാജിദയുടെ കാര്യം പറഞ്ഞാൽ, ഷാജിദക്കെതിരെ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോസ് ഇട്ടിരുന്നു. ഇത് ഒരു ഹണി ട്രാപ്പാണോ എന്ന് സംശയമുണ്ടായിരുന്നു പലർക്കും. എന്നാൽ അതിനെയെല്ലാം ശരിവെക്കുന്ന രീതിയിലുള്ള വളരെ കൃത്യമായ എവിഡൻസ് ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സ്നേഹബന്ധമൊക്കെ നമുക്ക് ആരോട് വേണേ തോന്നാം, പക്ഷെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ തന്റെ ലൈഫിലേക്ക് ട്രാപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു സംശയം ഷാജിദയുടെ കാര്യത്തിലും പലർക്കും തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പലരും വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ സംശയം വരാൻ കാരണം തന്നെ ഷാജിദയുടെ ആ ഒരു സംസാര രീതിയാണ്. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഷാജിദ തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ വിവാഹം കഴിച്ചിരിക്കുന്ന ചെറുക്കൻ വേറൊരു വിവാഹം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താൻ ലീഗലി അവനെതിരെ പോകുമെന്നും അവനെ കൊടുക്കുമെന്നും. അപ്പൊ ഇത് കേൾക്കുന്ന ആർക്കായാലും ഒരു സംശയം ഉണ്ടാകും. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഹണി ട്രാപ്പുമായിട്ട് വരുന്നുണ്ട്. ഓൺലൈനിൽ വന്നിട്ട് ഇതുപോലെ പല സ്ത്രീകളും ചാറ്റും വീഡിയോ കോളൊക്കെ ചെയ്യുകയും അവസാനം അവരൊരു ഡിമാൻഡ് പറയുകയും അത് അംഗീകരിക്കാതെ വന്നാൽ നേരെ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഇത്തരക്കാർ ചെയ്യുന്നു. സ്ത്രീപക്ഷ നിയമങ്ങൾ വളരെ ശക്തമായ ഈ കാലത്ത് മാനഹാനി ഭയന്ന് പലരും ഇവരുടെ ഡിമാൻഡ്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. എന്തായാലും നമുക്ക് ഷാജി പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് കൂടി പോകാം. എന്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട്. പുള്ളിക്ക് വേറൊരു മാരേജ് കഴിച്ചാൽ എന്റെ കൂടെ ഉണ്ടാവും. മാരേജ് ഇപ്പൊ അവനിക്ക് അവന്റെ വീട്ടുകാരെ സമ്മതിച്ചിട്ട് അവരുടെ വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിൽ അവൻ വേറെ അവന്റെ വീട്ടുകാരുടെ ഇതിന് വേണ്ടിട്ട് അവൻ കല്യാണം കഴിക്കണേ തന്നെ അവൻ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. അത് ഇതാവില്ലേ? ഇതെന്ന് പറഞ്ഞാൽ എന്നെ ഫസ്റ്റ് കല്യാണം കഴിച്ചിട്ടാണല്ലോ അടുത്ത കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ സമുദായത്തില് 4 പോറ്റാൻ കഴിവുണ്ടെങ്കിൽ 4 ആളിനെ കല്യാണം കഴിക്കാന്നുള്ള ഒരു നിബന്ധന ഉണ്ട്. അപ്പൊ അവൻ എന്നെ ഇപ്പൊ ബഷീർ ബഷീല്ലേ 2 ആളിനെ പോറ്റി 2 ആളിനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ മൂത്ത ദിവസം അവളെ കല്യാണം കഴിച്ചിട്ട് കുഴപ്പമില്ല. അപ്പൊ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ അവൻ വേറെ കല്യാണം കഴിക്കുന്നത്. പക്ഷെ ആ രണ്ടാമത് വരുന്ന ഭാര്യക്ക് കുഴപ്പമുണ്ടെങ്കിലോ അതെനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അവൻ കല്യാണം കഴിക്കില്ല എന്നാണ് എനിക്ക് 100% ഉറപ്പ്. 26 വയസ്സേ ഉള്ളൂ. ഒരു 26 വയസ്സ് പക്വത വരാൻ സമയമായിട്ടില്ല. അത്രയുള്ള ഒരാൾക്ക് പക്വത വരണമെങ്കിൽ മിനിമം ഒരു 32 വയസ്സെങ്കിലും എടുക്കും. ഒരാളിന്റെ പക്വത വരുന്ന പ്രായം മിനിമം 32 വയസ്സാണ്. അവൻ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല സമ്മതിക്കില്ല. എന്റെ അവൻ എന്റെ കൂടെ ഉള്ളതിനും എന്റെ ഇതിനൊക്കെ ഇതുള്ളതുകൊണ്ട് എനിക്കിപ്പോ അവൻ വേറൊരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ലീഗലി മുന്നോട്ട് പോവാലോ. എന്തെങ്കിലും അറിഞ്ഞിട്ടോ കണ്ടിട്ടോ അല്ലോ ആയിരിക്കും പുള്ളി കല്യാണം കഴിച്ചത്? എന്നെ കണ്ടിട്ടോ? അതായത് തടെ കയ്യിലുള്ള എന്തെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പൊ എന്താ സ്വത്ത് മുതലൊന്നും എന്റെ ഇല്ല. പിന്നുള്ളത് ആകെ ഒരു യൂട്യൂബ് ചാനലാണ്. യൂട്യൂബിൽ വരുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ എന്റെ ഒരു മുതലും ഇല്ല. എന്നാലും ഇത്താക്ക് ഇങ്ങനെ പറയാൻ തോന്നി അവൻ വേറെ കല്യാണം കഴിച്ചാലും എന്റെ കൂടെ തന്നെ വന്ന് നിൽക്കുമെന്ന് ഭയങ്കര കോൺഫിഡൻസോടെ പറയുന്നു. അതെനിക്ക് 100% ഉറപ്പുണ്ട്. അത് വേറൊരു പെൺകുട്ടിയോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ? അത് എന്നോട് ചെയ്യുന്ന തെറ്റല്ലേ? അപ്പൊ വേറെ പെൺകുട്ടി കല്യാണം എന്റെ ജീവിതത്തിലേക്ക് വരുന്നത്? പുള്ളി അപ്പൊ പറയുകയാണെങ്കിൽ എനിക്ക് അറിവില്ല പ്രായത്തിൽ നിന്റെ കഥകളും നിന്റെ സിമ്പതി എല്ലാം കേട്ട് തോന്നിയ ഒരു ക്രഷ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഇഷ്ടം മാത്രമാണ്. ഇപ്പൊ എന്റെ സാഹചര്യം മാറി, എന്റെ സിറ്റുവേഷൻ മാറി, ഞാൻ കുറച്ചുകൂടെ ആലോചിക്കാൻ തുടങ്ങി, മെച്ചൂറായി എന്നൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ അറിയും. ലീഗലി തന്നെ പോകും കൊടുക്കും.
ഷാജിദ ഇവിടെ പറയുന്നത് ഷൂട്ടിനൊക്കെ താൻ തനിച്ചു പോകുന്ന സമയത്ത് മറ്റുള്ളവർ അവരെക്കുറിച്ച് അനാവശ്യം പറയുന്നു എന്നതാണ്. ഇത് കാണുന്ന നമുക്ക് മനസ്സിലാകുന്നത് ഇവർ ലൈഫിൽ ഒരു റോൾ മോഡലാക്കി വെച്ചിരിക്കുന്നത് ബഷീർ ബാഷിയാണ്. ഒരു എത്തിക്സും ഇല്ലാത്ത, ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഇത്തരക്കാരുടെ ജീവിതം വളരെ നോർമലൈസ് ചെയ്തിട്ടാണ് ഇവർ സൊസൈറ്റിക്ക് മുന്നിൽ ഇട്ടുകൊടുക്കുന്നത്. ഇപ്പോൾ ഫാമിലി ലൈഫിലായാലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാൽ പോലും നമ്മൾ ഫോളോ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് എത്തിക്സ് ഉണ്ട്. അപ്പൊ അത്തരം എത്തിക്സ് പാലിച്ച് മുന്നോട്ട് പോകാനാണ് പലരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഷാജിദയെ പോലുള്ള ആളുകൾ ഇത്തരം റിലേഷൻഷിപ്പിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിലൂടെ ഒരു റോങ് മെസ്സേജ് തന്നെയാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടി വളരെ സർക്കാസ്റ്റിക് ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചികഞ്ഞു ചോദിക്കുന്നുണ്ട്. ഷാജിദയുടെ ഇപ്പോഴത്തെ സംസാര രീതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അന്ന് സിമ്പതി പിടിച്ചു പറ്റാൻ തന്നെ ഒരുപാട് അഭിനയിച്ചാണ് അവർ വീഡിയോന് മുന്നിൽ സംസാരിച്ചത്. ഇവരുടെ ഈ ഒരു കഷ്ടപ്പാട് കണ്ട് തന്നെ നാട്ടിലുള്ളവർ കൂടാതെ പ്രവാസികളും ഒരുപാട് അവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂ അവസാനം വരെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും ഷാജിദയുടെ മരിച്ചുപോയ ഹസ്ബൻഡ് ഷാജിദയുടെ ഒരുപാട് ചാറ്റുകൾ ഫോണിൽ നിന്നും പിടിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം ഭർത്താവ് തന്നെ ഇതെല്ലാം സോൾവ് ചെയ്ത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുമെന്നും ഷാജിദ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കുറ്റം പറയാനും സാധിക്കില്ല. ഒരാളെ സഹായിക്കുന്നതിന് മുൻപ് എന്താണ് ഏതാണെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി മാത്രം സഹായം ചെയ്യുക. ഇതാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്.